ഇതങ്ങോട്ട് ട്രിപ്പ് പോകാനുള്ള ഒരുക്കൊന്നല്ല കേട്ടോ. കുട്ടിക്ക് എക്സാം ആണ്. അപ്പൊ തലേന്ന് അവിടെ നിൽക്കലാണ് പതിവ്. അപ്പൊ അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. വൈകുന്നേരമാണ് അവിടെ എത്തിയത്. അപ്പൊ ചായ കുടിക്കാനായിരുന്നു പോയത്. പിന്നാണ് ഓർമ്മ വന്നത് എക്സാം ആണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ചുക്കാപ്പിയൊക്കെ കേട്ടോ കുടിക്കുക. പക്ഷെ ഇയാൾ അങ്ങനെയല്ല കേട്ടോ. ഇയാളിപ്പം വ്യത്യസ്തനാണ്. അങ്ങനെ ഞങ്ങൾ ചുക്കാപ്പിയൊക്കെ കുടിച്ചു നിൽക്കുന്ന സമയത്താണ് ഒരു കുട്ടി അയച്ചെന്ന വീഡിയോ കാണുന്നത് കേട്ടോ. അവര് കമ്പൻസറി എടുക്കുന്ന വീഡിയോ ആണ്. എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പൊ ഞാൻ ലൈവിന്റെ ഇടയിൽ ഒരു കുട്ടിയുടെ കമന്റ് കണ്ടു. ഫൂഫുവിന്റെ ശിഷ്യ എന്ന് പറഞ്ഞത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് ഇപ്പൊ വീഡിയോ കണ്ടുപിടിക്കുന്ന ഏകദേശം ഒരു 12 മണി 1 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ വിഘ്നേഷാണ് കൊമേഴ്സിലെ പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. ഇപ്പം +2നും SSLCക്കും ഉണ്ടായിരുന്നു ലൈവ്. അങ്ങനെ ഞങ്ങൾ ലൈവൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും ഏക്കയും കൂടി പോയിട്ട് നല്ല ഫുഡൊക്കെ അടിച്ചു. പിന്നെ ഞാൻ നേരെ പോയത് ബീച്ചിലേക്കാണ് കേട്ടോ. സമയം ഏകദേശം 12:30 ആയിട്ടുണ്ട്. അവിടെ കുറച്ച് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് കുറച്ച് സംസാരിച്ച് സെൽഫിയൊക്കെ എടുത്തു കേട്ടോ. തിരിച്ച് വരുമ്പോൾ അമീൻ സാറും ഉണ്ടായിരുന്നു. കാരണം 9ാം ക്ലാസ്സുകാർക്കും ലൈവ് ഉണ്ട്. അപ്പോൾ സോഷ്യൽ സയൻസ് ടീമും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് മോർണിംഗ് ലൈവ് ഉണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ലൈഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് നേരെ ഉറങ്ങാൻ പോവാണ്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പോത്തപ്പും തലേണ കേട്ടോ. അപ്പോൾ ഉറങ്ങാൻ പോകുമ്പോൾ ചമഞ്ഞ് കിടക്കണമെന്നാണ് ജേസിൻ്റെ പോളിസി. എന്നാൽ എങ്ങനെയെങ്കിലുമൊക്കെ ഉറങ്ങിയാൽ മതി എന്നാണ് അമീൻ സാറിൻ്റെയും ഫൈസൽ സാറിൻ്റെയും പോളിസി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കിടന്ന് രാവിലെ എഴുന്നേറ്റ് ലൈവ് നോക്കുന്ന സമയത്ത് അതിൽ കണ്ടൊരു കമൻറ്റാണ് ഫൂഫു സാറിൻ്റെ മെഹബൂബ കേട്ട് ചത്ത ഉറുമ്പ്. ശരിക്കും പറഞ്ഞാൽ ആ പാട്ട് കേട്ട് ആരും ചത്തുപോകും. മെഹബൂബ. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ രാവിലെ ലൈവൊക്കെ കഴിഞ്ഞ് ഒരു ചായ ഒക്കെ കുടിച്ച് നേരെ പോവാണ് കേട്ടോ. ഇനി +1കാർക്ക് എക്സാം ഉണ്ട്. അവരുടെ റെക്കോർഡ് വീഡിയോ ഒക്കെ എടുത്ത് ഒന്ന് വീട്ടിൽ പോവാണ്, ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങാൻ. പക്ഷേ വീട്ടിലെത്തിയ സമയത്താണ് അതിനേക്കാൾ വലിയ ദുരന്തമാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് മനസ്സിലായത്. അപ്പോൾ ഉമ്മൻ്റെ ഷൂ ഉണക്കാനായിട്ട് സ്ഥലമാണ് ആകേണ്ടത്. അപ്പോൾ എന്താണെങ്കിലും പിന്നെ കാണാം. അതിനേക്കും ബൈ.